ദയവ് ചെയ്ത് നൃത്തകലയെ അപമാനിക്കരുത്. വിനീത് കുറച്ചും കൂടി ഞങ്ങളുടെ പ്രായത്തിനേക്കാൾ അപ്പുറം ഒരു പക്വത ഉള്ളൊരു വ്യക്തിയാണ്. എനിക്കത് തീരെ ഇല്ലാത്തൊരാളാണ്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എന്നൊക്കെ പോസിറ്റീവായിട്ടുള്ള എന്ത് സജഷനും ആര് പറഞ്ഞാലും ധ്യാനം എടുക്കും. ഈ കോമ്പിനേഷൻ ഡെഡ്ലിയാണ്. സോ ബേസ് സ്ട്രോങ്. എന്ന് വേണേലും നിവിൻ പോളി വിനീത് പറഞ്ഞ പോലെ നിവിനല്ലേ എൻ്റെ കണ്ണിപ്പെട്ട ഞാൻ പറയും. അതിപ്പോൾ ആരോടും ഞാൻ പറയും, എൻ്റെ അഭിപ്രായം പറയും. എടുക്കണോ വേണ്ടോ എന്ന് പറഞ്ഞത് പുള്ളി ഒരു ഇളകി വന്നത് അപ്പം എനിക്ക് മനസ്സിലുണ്ട്. അതായത് ഗുരു ഞാൻ നന്നായി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഇപ്പം ഞാൻ കുറച്ചുകൂടി നന്നായി ചെയ്തുതരാം. ഇത് പണ്ടത്തെ ആടല്ലോ. അതായത് ഈ രണ്ടാമത് പറഞ്ഞ് ഇങ്ങനെ ചെയ്യിപ്പിച്ച് ഈ ഇളകിയുള്ള സാധനം പുള്ളി നോക്കിയിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നത്. അത് പുള്ളി എന്നെ ഇങ്ങനെ കാണാൻ ആസ്വദിക്കുന്നു. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. അജു നമസ്കാരം. നമസ്കാരം. നമ്മുടെ ക്യാൻ തുടങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ മുതൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ആളാണ് അജു. ആദ്യം ഇൻ്റർവ്യൂ തന്ന കൂട്ടത്തിൽ അജു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹവും കരുതലും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അജു സിനിമയിൽ എത്തിയിട്ട് 14 വർഷമാകും. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 2010 ജൂലൈ 16 മലബാർ ആർട്സ് ക്ലബ്ബ് വരുന്നു. ഒരുപാട് പുതിയ ആളുകളുടെ വരവാണ്. കുട്ടു എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ആളുകളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെയൊക്കെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് പ്രതീക്ഷിച്ചത് നാളത്തെ മലയാള സിനിമയുടെ ഒരു വലിയ ഹാസ്യതാരമാകാൻ പോകുന്ന ഒരാളാണ് ഈ വരുന്ന ആൾ എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ പിന്നെ കാണുന്നത് ചെറിയ വേഷങ്ങൾ, സഹകഥാപാത്രങ്ങൾ, ചെറിയ നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങൾ, പിന്നെ നായക തുല്യമായ വേഷങ്ങളൊക്കെ. ഈ ഒരു വളർച്ച ഞങ്ങൾക്ക് സന്തോഷമാണ്. ആ വളർച്ച അജു അത് പ്രതീക്ഷിച്ചിരുന്നതാണോ ആ വളർച്ച? ഒരിക്കലുമില്ല. ഒന്ന് ക്ലൂലെസ് ആയിരുന്നു. റിസൾട്ട് നമുക്കറിയത്തില്ലല്ലോ ഏട്ടാ, ഇത്ര വർഷം എന്നൊന്നും. വന്നു കഴിഞ്ഞിട്ടാണ് ഈ അഭിനയത്തിനോട് എനിക്ക് താല്പര്യം ജനിച്ചത്, ചെയ്തു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാമെന്ന് വെച്ചിട്ടാണ് ഷോർട്ട് ഫിലിംസ് അഭിനയിച്ചത്. ഷോർട്ട് ഫിലിംസും ചെയ്ത് തുടങ്ങിയപ്പോഴാണ് തട്ടത്തിൻ മറയത്ത് വന്നത്. സോ തട്ടത്തിൻ മറയത്ത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു കോവിഡ് വരെ ഞാൻ അങ്ങനെ വീട്ടിൽ ഇരുന്നില്ല. കാര്യം ജോലി കിട്ടിയിരുന്നു. അപ്പോൾ ആ കിട്ടിയത് ഏത് ജോലിയെന്നൊന്നും ഞാൻ നോക്കിയില്ല. ആരാണ് എന്താണ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ആക്ച്വലി കോവിഡ് വരെ എല്ലാ അവസരവും എനിക്ക് ലേണിംഗ് ആണ്. സിനിമ എന്തും ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഏത് ഡയറക്ടറും നമുക്കൊരു ലേണിംഗ് തരും. സീനിയർന്നോ ജൂനിയർന്നോ ഒന്നുമില്ല. എസ്പെഷ്യലി സന്തോഷം അതിലൊരുപാട് ഈ പറയുന്ന സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ ടാലൻറ്റഡ് ആയിട്ടുള്ള റൈറ്റർ ഡയറക്ടേഴ്സിനെ കിട്ടി എനിക്ക് വർക്ക് ചെയ്യാൻ. എനിക്കൊന്ന് ജനറേഷൻ ഷിഫ്റ്റൊക്കെ സംഭവിക്കുകയായിരുന്നല്ലോ. സിനിമയുടെ ഒരു മാറ്റമൊക്കെ 2000 ആ ട്രാഫിക്, പാസഞ്ചറൊക്കെ, സോൾട്ട് ആൻഡ് പെപ്പർ, അപൂർവരാഗം, ഋതു അല്ലേ, അതിലൂടെ മലർവാടിയും വന്നു. ആ സിനിമ മൊത്തത്തിലൊരു പ്രേക്ഷകരുൾപ്പെടെ ആസ്വാദനത്തിൻ്റെ ഒരു ഇപ്പോൾ സംഭവിക്കുന്ന പോലെ അല്ലേ. സോ ആ വേവിൽ എങ്ങനെയോ കയറി പറ്റി. പിന്നെ അത് നിലനിർത്തുക എന്നുള്ളൊരു കൈയിട്ടടി ഉണ്ടല്ലോ വെള്ളത്തിൽ വീഴുമ്പോൾ. അതാണ് ആക്ച്വലി ബേസിക്കലി എൻ്റെ ഒറ്റ ഉത്തരം പറയുകയാണെങ്കിൽ. എല്ലാവരും വിളിച്ച എല്ലാവരോടും ഞാൻ ഡേറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഫിസിക്കലി പ്രസൻ്റ് ആവണമല്ലോ അഭിനയിക്കേണ്ടതുകൊണ്ട്. അതിനെനിക്ക് യാത്ര ചെയ്തെത്താവുന്നൊരു ദൂരം ആണെങ്കിൽ ഞാൻ പോയിട്ടുണ്ട്. എല്ലാ സംവിധായകരും ഓരോ ലെസൺ ആണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു തുടക്കം എന്ന നിലയിൽ വിനീത് ശ്രീനിവാസൻ. ഓക്കെ, അപ്പം അദ്ദേഹം കോളേജ് മേറ്റാണ്. അപ്പോൾ അദ്ദേഹം ഒരു തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്. ആ കളരിയിൽ നിന്ന് കിട്ടിയ ഒരു വലിയ പാഠം എന്താണ്? വലിയ പാഠമല്ല, അവിടെ നിന്നാണ് ആദ്യ പാഠം കിട്ടിയത്. സിനിമ പുറത്തുനിന്ന് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു ആൾക്ക് എന്താണ് സിനിമയുടെ അകം, എന്താണ് ഈ മുറി, എന്താണ് ഈ മുറിയിലിരിക്കുന്ന ഓരോ പ്രോപ്പർട്ടി, എന്താണ് ക്യാമറ, എന്താണ് അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന നടൻ എന്ത് ചെയ്യണം, എങ്ങനെ ഡയലോഗ് പറയണം, എങ്ങനെ നോക്കണം, എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ ഓടണം, ചാടണം, എങ്ങനെ കരയണം, എങ്ങനെ ഒച്ച വെക്കണം, ഇങ്ങനെ കോസ്റ്റ്യൂം, മേക്കപ്പ് ഒക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്. പിന്നെ ഡബ്ബിങ് വന്നപ്പോൾ അതും ആദ്യമായി സിനിമയിലെ ശമ്പളം തന്ന വ്യക്തി, അപ്പം കാരണക്കാരനായ വ്യക്തി, സീനിയേഴ്സായ നമ്മൾ ആരാധിച്ചിരുന്ന ഏറ്റവും വലിയ നടന്മാരായ നമ്മളെ വിട്ടുപിരിഞ്ഞ വേണു സാർ, ജഗദീഷ് ശ്രീകുമാർ സാർ, ജനാർദ്ദനൻ ചേട്ടൻ, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സാണ് ഇവർ. സിനിമയ്ക്ക് മുന്നേയും ആയിരുന്നു. അവരുടെയൊക്കെ ഒപ്പം വർക്ക് ചെയ്യാൻ അവസരം തന്നതും, സുരാജ് ചേട്ടനെ പോലത്തെ ഒരു വ്യക്തിയെ കാണാൻ കഴിഞ്ഞതും. ദിലീപേട്ടൻ ഞാൻ വീണ്ടും പറയുന്നു, പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അദ്ദേഹം ആക്റ്റീവായിട്ട്
പാക്കപ്പിൻ്റെ അന്നേ ഞങ്ങൾ കണ്ടുള്ളൂ. പൂജയ്ക്കും പാക്കപ്പിനും പാക്കപ്പ് പാർട്ടിക്കും. അപ്പോൾ ഇതെല്ലാം തുറന്നു വന്ന ആദ്യത്തെ ആളുകൾ, എനിക്കൊന്നും പറയാനില്ല വേറെ ഇത് കൂടുതൽ. വിനീതിൻ്റെ സിനിമകളെല്ലാം പരിശോധിച്ചു, തിരയൊഴിച്ച് ബാക്കി എല്ലാ സിനിമകളിലും തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ള സിനിമകളിലെ ഏക സാന്നിധ്യം എന്ന് പറയുന്ന അജു വർഗീസാണ്. എന്താണ് നിങ്ങൾക്കിടയിലുള്ള ഒരു റാപ്പോട്ടോ? എനിക്കൊന്നും സിനിമ സംഭവിക്കുന്നതിന് മുന്നേ വരെ ഉണ്ടായിരുന്ന റാപ്പൊക്കെ മാറി. ഇദ്ദേഹത്തിൻ്റെ എൻ്റെ മനസ്സിലൊരു ഗുരുസ്ഥാനീയം തന്നെ ആയി മാറി. സുഹൃത്ത് എന്നുള്ളത് ഇക്വേഷൻ കുറച്ചും കൂടെ അനിയനിലായി മാറി. അവിടുന്നാണ് ഞാൻ അവനെ കാണുന്നത്, അവനായിട്ട് സൗഹൃദം ഉണ്ടാവുന്നതും. അപ്പം നാച്ചുറലി വിനീത് കുറച്ചും കൂടി എനിക്ക് അദ്ദേഹം പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞങ്ങളുടെ പ്രായത്തിനേക്കാൾ അപ്പുറം ഒരു പക്വത ഉള്ളൊരു വ്യക്തിയാണ്. എനിക്കത് തീരെ ഇല്ലാത്തൊരാളാണ്. അപ്പം എനിക്ക് പറയുന്നതിനൊക്കെ ഞാനൊരു അളവ് കോല് വെച്ചു പറയും. വെറുതെ അങ്ങോട്ട് വിളിച്ച് പറയുന്നത് സ്വഭാവ ഇച്ചിരി മാറ്റം വരുത്തി. അപ്പം എനിക്ക് തോന്നുന്നു എനിക്കൊന്നും ചാൻസ് ചോദിക്കാത്ത ഒരേ ഒരാൾ സിനിമയിൽ അദ്ദേഹമേ ഉള്ളൂ. എനിക്കിപ്പോഴും വർഷങ്ങൾക്ക് ശേഷം ചെയ്യുമ്പം എനിക്കൊന്ന് അഭിനയിക്കുന്ന സമയത്ത് പുള്ളി ഇച്ചിരി അപ്സെറ്റ് ആയിരുന്നു എൻ്റെ പെർഫോമൻസിൽ. കാര്യം ഞാൻ ഈ ട്രോളുകളും റിവ്യൂസിൻ്റെ ഒക്കെ പേടിച്ചിട്ട് ഞാൻ കുറച്ച് ഓവർ ആക്ടിങ് കുറയ്ക്കും പേടിച്ചിട്ട്. അപ്പോൾ പുള്ളിക്ക് ചില ക്യാരക്ടർ ലൗഡായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ വേണമെന്ന് പറയാറുണ്ട്. അവസാനം കട്ട് വിളിച്ചിട്ട് ഞാൻ അവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് സംസാരിക്കും. എന്നോട് ഇതല്ലേ നീ നേരത്തെ അവിടെ തരാൻ പറഞ്ഞേ അപ്പോൾ പുള്ളി 1-2 ദിവസം അപ്സെറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ അവിടെ പൂർണ്ണമായിട്ടും ഒരു സുഹൃത്തിനെ കാണാറില്ല സെറ്റിൽ. വിനീതിനെ കാണുമ്പോൾ ആ സുഹൃത്തെന്നുള്ളത് പോവും. എനിക്ക് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ഡയറക്ടറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മറ്റുള്ളവർക്കെല്ലാം വളരെ ഫ്രണ്ട്ലി ആണെങ്കിലും ഞാൻ ആ സ്പേസിലോട്ട് പോകാറില്ല അധികം. വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ മേക്ക് ഓവറിൽ കുറച്ച് തൃപ്തനായിരുന്നില്ല എന്ന് ഞാൻ എവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനോ? എൻ്റെതിൽ ഞാൻ തൃപ്തിയായിരുന്നു. ഇൻഫാക്ട് ഞാൻ പ്രണവിൻ്റെയിലും തൃപ്തനായിരുന്നു. എനിക്ക് സാധാരണ മേക്കപ്പ് അങ്ങനെ ഞാൻ അതിൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ലെജൻഡറി കലാകാരന്മാർ അതിൽ എത്ര ശ്രദ്ധ കൊടുത്തിരുന്നതിനെ കുറിച്ച് ഞാൻ അവരിത് അറിയാൻ ശ്രമിക്കാറുണ്ട്. വേണു സാറായിരുന്നെങ്കിലും സിദ്ദിഖാരനാണെങ്കിലും മമ്മൂക്കയുടെ ഇൻ്റർവ്യൂസിലൂടെ നേരിട്ട് ഞാൻ 1-2 പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കൂടുതൽ ഞാൻ അങ്ങനെ ഒരു ഫ്രീഡം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ മോശമാണ്. പക്ഷെ എന്നാലും ഞാനത് അവരുടെ ഇൻ്റർവ്യൂസ് എന്നൊക്കെ മനസ്സിലാക്കി ഞാൻ അതിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നിട്ട് പോലും എനിക്കത് ഓക്കെ ആയിരുന്നു സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പ്. അപ്പം എൻ്റെ ഗെറ്റപ്പിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. കാര്യം റോണക്സ് ആയിട്ട് ഞാനത് സംസാരിച്ച എനിക്ക് KG ജോർജ് സാറിൻ്റെ ഒരു ഫ്രഞ്ച് ബിയേഡാണ് റോണക്സിൻ്റെ റെഫറൻസ് വെച്ചാൽ ഞാൻ പറഞ്ഞു നേരെ അങ്ങനെ മുടിയിൽ ഒക്കെ നമുക്ക് മാറ്റം വരുത്താം, കൃതാവിലൊക്കെ നേരെ എങ്ങനെ അടിച്ച് ചെയ്യുന്ന അതും ഒരു ഇമിറ്റേഷൻ അങ്ങനെ തന്നെ വരുമല്ലോ, ഇൻഫ്ലുവൻസ്ഡ് ആകാം. മറ്റേ ഗെറ്റപ്പ് എനിക്കൊന്ന് വിനീത് അതിൽ എനിക്ക് ഫ്രീഡം തന്നിരുന്നു, അദ്ദേഹം അതിൽ എന്നെ വിശ്വസിക്കുന്നത് കൊണ്ട്. പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നു എല്ലാവരുടെ ഗെറ്റപ്പിലും. പക്ഷെ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നി കാണില്ല. ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംവിധാനത്തോട് പറയാറുണ്ടോ? എൻ്റെ കണ്ണിപ്പെട്ട ഞാൻ പറയും, അതിപ്പോൾ ആരോടും ഞാൻ പറയും, എൻ്റെ അഭിപ്രായം പറയും. എടുക്കണോ വേണ്ടോ എന്ന് അവരുടെ അത് ഞാൻ ഒരു പടം കമ്മിറ്റ് ചെയ്യുമ്പോഴേ പറയും. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും, അത് എടുക്കണോ വേണ്ടോ. എൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യങ്ങൾ ഞാൻ കുറച്ചും കൂടി പറയും, കാര്യം അതെൻ്റെ മാത്രം ആവശ്യമായതുകൊണ്ട്. അങ്ങനെ ഏതെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും കേൾക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല, അവരോട് അങ്ങനെ ഒരു ഓർഡറോ അല്ലെങ്കിൽ നിർബന്ധമല്ല. നമ്മൾ അവനൊരു ലോജിക്കും കൂടെ പറയും. മിന്നൽ മുരളിയിൽ ഒരു ക്ലൈമാക്സിൽ ടൊവിനോ ജയില് പൊളിച്ചിട്ട് നടന്നു വരുന്നൊരു സീക്വൻസിൽ എൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട്. അപ്പം ഞാൻ 2 എടുത്തു ടേക്ക്. അപ്പോൾ എഡിറ്റിൽ ഡബിന് വന്നപ്പം 2ാമത്തേതാണ് വെച്ചിരുന്നത്. അപ്പം ഞാൻ ബേസിലിനോട് ചോദിച്ചു ഒന്നുകൂടെ കണ്ടു നോക്കാം, ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരിക്കാം, കുറച്ചും കൂടി ആ സിറ്റുവേഷന് യോജിക്കുന്നതായിരിക്കാം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അദ്ദേഹം ചെയ്തു തന്നു. അപ്പോൾ ബേസിലിനെ പോലെ വളരെ വിഷൻ ഉള്ളൊരു ഡയറക്ടർ അത് ചെയ്തു തന്നപ്പം അത് എനിക്കും വളരെ, അദ്ദേഹവും ഇൻസെക്യൂർ അല്ല. ഇപ്പോൾ കൂടുതലൊരാൾ പറയുന്നതിൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതെല്ലാവരും എടുക്കാറുണ്ട്. ഞാൻ വർക്ക് ചെയ്തപ്പോൾ ധ്യാൻ അത് ലവ് ആക്ഷൻ ഡ്രാമയിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എന്നൊക്കെ പോസിറ്റീവായിട്ടുള്ള എന്ത് സജഷനും ആര് പറഞ്ഞാലും ധ്യാൻ എടുക്കും. ഭയങ്കര ധ്യാൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി. അത് ആക്ച്വലി ഗുഡ് ക്വാളിറ്റി അറ്റ് ദ സെയിം ടൈം മടിയുടെ ക്വാളിറ്റിയാണ്. കാര്യം അവിടെ ഇരിക്കുന്നവർക്ക് നല്ലത് പറഞ്ഞ് നല്ലതൊക്കെ എടുത്ത് അവനതെല്ലാം കൂടെ ബാക്കി ഞാനതിപ്പോൾ ചെയ്യാറുണ്ട്. അതും പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അതിലെ റൈറ്റർ, ഡയറക്ടർ, ഒരു പിള്ളേരുടെ പടം ഒരു ആക്ടിങ് കോച്ചുണ്ട്. ഇവരെല്ലാം ഒരു ടീം 5 പേര്. ക്യാമറ നമ്മുടെ അൽഫോൺസാൻ ടീം വന്ന പോലെ. സിനിമ ഇറങ്ങിയിട്ടില്ല, പക്ഷേ സുഹൃത്തുക്കളാണ് എല്ലാവരും ഓരോരോ മേഖലകൾ കൈകാര്യം ചെയ്യുന്നു. ഇപ്പം ഇവരൊരു ക്യാരക്ടർ ഞാൻ അതിൽ ചെയ്തപ്പം ഞാൻ ഒരു കാര്യം ചെയ്യുമ്പം ഇവർ 5 പേരും വന്നിട്ട് എനിക്ക് അവരുടെ സജഷൻസ് പറയും. അപ്പം ആദ്യം എനിക്കിത് നമുക്ക് കൺഫ്യൂഷൻ വരും, നമുക്ക് ഈഗോ വരും, മനുഷ്യനാണല്ലോ. പക്ഷെ ഞാനത് 2 മാറ്റി വെച്ചു.
എന്നിട്ട് ഞാൻ ശ്രദ്ധിച്ച് കേട്ടു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലോജിക്ക് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഒരു മൈൻഡ് ഓപ്പൺ ആക്കി വെച്ചു. എന്നാൽ പിന്നെ ഇവർ പറയുന്നത് ചെയ്യാം. എന്നാൽ അടുത്ത ടേക്ക് അവർ പറയുന്നത് ചെയ്യാം. അപ്പോൾ വീണ്ടും മൂന്നാമത്തെ ഒരാൾ പറയും ഇങ്ങനെ. അങ്ങനെ ഒരു 4-5 ടേക്ക് പോട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു ആ ഈഗോ അങ്ങ് മാറ്റിയാൽ പോരെ. ആൾക്കാരെന്ത് വിചാരിക്കും, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലല്ലോ. പക്ഷെ എൻ്റെ ഒരു ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്നെക്കാൾ നന്നായി ഈ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം ഇവരെൻ്റെ പിന്നിൽ ചിലപ്പോൾ 2 വർഷമായിട്ടൊക്കെ ഒരു വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഞാൻ തിരക്കഥ കേൾക്കാറില്ല, എൻ്റെ ക്യാരക്ടറും കഥയും കേൾക്കാറുള്ളൂ. അപ്പം അത് വെച്ചുള്ള എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വളരെ പരിമിതമായിരിക്കും. അപ്പം ഇവരിലൂടെ ഇത് നന്നാവുന്നുണ്ടെന്നുള്ളൊരു ഇതെനിക്ക് കിട്ടി. റൈറ്റ് ഫീഡ്ബാക്ക്. ഇവരവരുടെ സിനിമ മോശമാക്കണ്ടല്ലോ. അപ്പം എൻ്റെയും സജഷൻസിനോടൊപ്പം അപ്പം അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കിട്ട് ചോദിച്ചെന്ന് പറഞ്ഞു 2 കാര്യങ്ങൾ ഈ കോസ്റ്റ്യൂമായി ബന്ധപ്പെട്ട് മേക്കപ്പുമായി ബന്ധപ്പെട്ട്. ജോണി വാക്കർ ആണോ അദ്ദേഹം വളരെ ക്ഷീണിച്ച് അഭിനയിച്ച പൊന്തുമാടയാണ്. ഇത് രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് നടന്നെന്തോ അതോ ഏതോ ജാക്ക് പോട്ടോ എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. ഒന്നിൽ ഐബാക്സ് ഒന്നും ഇല്ല, അത് മേക്കപ്പിലൂടെ ഉണ്ടാക്കിയ ഐബാക്സ് അല്ല. ഒരാളുടെ ഐബാക്ക് നാച്ചുറലി വന്നതും മറ്റേ സിനിമയിൽ അതില്ല. അപ്പം ഇത്ര പെട്ടെന്ന് അതും ക്ലാഷ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ നടക്കാമല്ലോ. അതെങ്ങനെ ഒന്ന് വളരെ ഫ്രഷും ശരി ക്രിപ്പിൾസ് കൊടുത്ത് നമുക്കിത് വരുത്താമെങ്കിലും ഐ ബാഗ് അന്ന് ഇപ്പോഴും അത് പാടാം. ഐ ബാഗ്സ് ഒക്കെ നമുക്ക് ഒട്ടിച്ച് വെച്ച പോലെ അറിയുമല്ലോ. അപ്പം അത് അദ്ദേഹത്തിന് ഒത്തിരി അത് ഓർമ്മയില്ലാതായിരുന്നു. ശരിയാ, ഇനി എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അത് ഞാൻ സിദ്ദിഖേട്ടനും ഒക്കെ ഒരുപാട് സജഷൻസ് പറഞ്ഞുതരും. കുട്ടേട്ടൻ ഇതേപോലെ ഡിസ്കസ് ചെയ്യാറുണ്ട്. കൂടെ അഭിനയിക്കുന്ന സമയത്തും പറഞ്ഞുതരും. ഈ അടുത്ത് ഇപ്പോൾ ഒരു സിനിമ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞ ആ ഷോട്ട് എടുത്തിട്ട് എടാ നീ ഇങ്ങനെയും കൂടെ ഒന്ന് നടന്ന് പറയാതെ എന്ന് പറഞ്ഞപ്പോൾ ഞാനപ്പോൾ തന്നെ അത് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. അവർ പറഞ്ഞ സർ 1 more പിന്നല്ലാതെ അത് 40 വർഷം 50 വർഷത്തെ അനുഭവം നമുക്കിങ്ങനെ ചുമ്മാ ക്യാപ്സൂൾ പോലെ തരുമ്പോൾ അത് ഇനി ആലോചിക്കാൻ പോണ്ട വിവരക്കേട് ഞാൻ കാണിക്കേണ്ടായിരിക്കും. ഹൃദയം എന്ന് പറഞ്ഞ പടത്തിലെ അപ്പം ഈ ശരിക്കും അജുവിൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ അങ്ങനെയല്ല പ്ലാൻ ചെയ്തിരുന്നെന്ന് എന്നോട് പറഞ്ഞിരുന്നു. വിനീത് പറഞ്ഞാണേ അങ്ങനെയല്ല, അത് കുറച്ചുകൂടെ ഹെവി സെറ്റപ്പിൽ ചെയ്യാൻ. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അജുൻ? ഇല്ല ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോഴേ ഒരു സെറ്റപ്പ് ആയിരുന്നില്ല. ഇത് പെട്ടെന്നല്ലേ, ഇത് അതിന്റെ ഒരു ഭംഗി അതിനുണ്ട്. അതിനൊരു ചെറിയ ഹൃദയം നല്ല ഇൻട്രോ ആയിരുന്നു. പക്ഷെ ഹൃദയത്തിൽ എനിക്ക് ബസ്സിനകത്തായതുകൊണ്ട് വിനീത് എഡിറ്റ് യൂസ് ചെയ്യില്ല, സ്പോട്ട് എഡിറ്റ്. അപ്പം മാത്രമല്ല ചെറിയ മോണിറ്ററാണ് കയ്യിൽ, ഈ മറ്റേതില്ല. കാര്യം മറ്റേതാകുമ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് ഞാൻ പോയി നോക്കും ഉറപ്പാണ്. അപ്പോൾ പുള്ളിക്ക് പൊതുവെ അത് വേണ്ട, പുള്ളിയാണല്ലോ ഡിസൈഡ് ചെയ്യണ്ടേ. അപ്പോൾ ഫ്രണ്ടിലും ആ ഡ്രൈവറിൻ്റെ അവിടെ ഞാൻ സീറ്റിലാണല്ലോ. അപ്പം ഞാൻ വന്നു ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ അടുത്തൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഞാനൊക്കെ ഓവർ ആക്ട് ചെയ്യുന്ന നടന്മാരുടെ ലിസ്റ്റിൽ നമ്പർ 1 മാറി, കാലം മാറിയിട്ട്. അപ്പോൾ അത് നമ്മൾ വായിച്ച് അറിഞ്ഞു. അപ്പോൾ ഇത് മാറ്റണമല്ലോ, നമ്മൾ കാലത്തിനനുസരിച്ച് ഇച്ചിരിയൊക്കെ ഒന്ന് മാറണമല്ലോ. അപ്പം ഞാൻ വളരെ വന്ന് ഇങ്ങനെ ഇരുന്നു നോക്കി, പ്രണവനെ നോക്കി. അപ്പോൾ കട്ട് നീ അങ്ങനെയൊന്നും വേണ്ട, നീ നേരത്തെ ഞാൻ പറഞ്ഞത് പുള്ളി ഒരു ഇളകി വന്നത് ചെയ്യ്. അപ്പം എനിക്ക് മനസ്സിലുണ്ട്, അതായത് ഗുരു ഞാൻ നന്നായി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഇപ്പം ഞാൻ കുറച്ചുകൂടി നന്നായി ചെയ്തുതരാം, ഇത് പണ്ടത്തെ ആടല്ലോ. അതായത് പുള്ളി ജന്മം ചെയ്താൽ അത് സമ്മതിച്ചില്ല. കാര്യം പുള്ളിക്ക് അത് അങ്ങനെ മതി. അത് സീരിയസ് ആയിട്ടൊന്നുമില്ല, സ്ട്രിക്റ്റ് ആയിട്ടൊന്നുമില്ല, വർക്കിംഗ് റിലേഷൻ കൂളാണ്. പക്ഷെ ഞാൻ പറയാം ഞാനധികം സംസാരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൂടെയുള്ള മുഹമ്മദ് പറയാണ് ഇത് റീടേക്ക് അവിടെ നിന്ന് റീപ്ലേ കാണുകയാണ്, പ്ലേ ബാക്ക്. അതായത് ഈ രണ്ടാമത് പറഞ്ഞ് ഇങ്ങനെ ചെയ്യിപ്പിച്ച് ഈ ഇളകിയുള്ള സാധനം പുള്ളി നോക്കിയിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നത്. അത് പുള്ളി എന്നെ ഇങ്ങനെ കാണാൻ ആസ്വദിക്കുന്നു. അതാ ആ പുള്ളിയുടെ കണ്ണുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം പ്രേക്ഷകരെയാണ് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പം അതും ആവശ്യമാണ്. അത് ജ്യോതിഷ് എന്ന് പറഞ്ഞൊരു ആക്ടിങ് കോച്ചുണ്ട്, ജ്യോതിഷേട്ടൻ KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ HOD. ജ്യോതിഷേട്ടനോട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നു, ഇത് പഠിക്കണമല്ലോ, എന്താണ് ഈ നാച്ചുറൽ ആക്ടിങ് ഒക്കെ എന്ന് പറഞ്ഞ് ഒരു ദിവസത്തിൽ ഞാൻ പോയില്ല. അത് പുള്ളിയുടെ കുറ്റമല്ല, എനിക്കത് പറ്റില്ല. അപ്പം അന്ന് പുള്ളി പറഞ്ഞൊരു കാര്യമായിരുന്നു, സിനിമയിൽ ആക്ടേഴ്സ് നിർബന്ധമില്ല, പെർഫോമേഴ്സ് മതി.
പെർഫോമൻസ് മതി പലപ്പോഴും. ഇപ്പം അഭിനയം കൂടുതലും വേണ്ടത്, ആക്ടിങ് വേണ്ടത് തിയേറ്ററിലല്ലേ. സിനിമ കുറേ കൂടി ടെക്നിക്കാലിറ്റി വേണ്ടതും പെർഫോം ചെയ്ത് ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുക. അപ്പം അതിൽ ഇതങ്ങ് പോയിക്കോളും. ഇപ്പോൾ ഒരു ക്യാരക്ടർ ബിലീവ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അതിന് പല പല മാനദണ്ഡങ്ങൾ കൊടുക്കേണ്ടി വരും. ഹൃദയം എന്ന സിനിമയിലെ ആ എൻട്രിയിലാണ്, ആ ബസ്സിൽ വെച്ചിട്ടാണ് പിന്നെ പ്രണവിനെ കാണുന്നത് അജു. അതെ, ശരിക്കും അജു എപ്പോഴാണ് ഈ പ്രണവിനെ ആദ്യം കാണുന്നത്? ഒരിക്കൽ ഞാൻ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പെരിച്ചാരുടെ ഷൂട്ടിൻ്റെ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അദ്ദേഹം വിളിച്ചപ്പോൾ പോയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിയില്ല, അദ്ദേഹത്തിനും അറിയില്ല. ചിരിച്ചു. ഹൃദയത്തിൻ്റെ ഈ ഷൂട്ടിനാണ് പിന്നെ കാണുന്നത്. പക്ഷെ ആ ഹൃദയത്തിൽ ഞങ്ങളധികം സംസാരിച്ചൊന്നുമില്ല. എനിക്ക് കോമ്പിനേഷൻ കുറവാണല്ലോ, ചെറിയ റോളാണ്. ഞാൻ പൊതുവേ അങ്ങനെ പരിചയക്കുറവുള്ള ഒരാളോട് ഞാൻ മിണ്ടുന്നതും കുറവാണ്. സമയം എന്നാൽ അടുപ്പിച്ചൊരു 3 ദിവസം കിട്ടണം. അപ്പോൾ വി വിൽ അല്ലേ. ഇതിപ്പോൾ അങ്ങനെയല്ല, ഗ്യാപ്പ് ഇട്ടൊക്കെ വരുമ്പം നമുക്ക് ചിരിച്ചു, ഹായ് പറഞ്ഞു പോകുന്നൊരു വർഷങ്ങൾക്ക് ശേഷത്തിലാണ് ഞാൻ കുറച്ചും കൂടി അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത്. സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ആക്ടർ നിലയിൽ സുഹൃത്തെന്ന് പറയാനായിട്ടില്ല, എന്നോട് സ്പേസ് വീണ്ടും കിട്ടിയില്ല. ആസ് എൻ ആക്ടർ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ പുള്ളിയെക്കുറിച്ച് കേട്ട തന്നെ, പലരിൽ നിന്നും കേട്ടത് തന്നെ പുള്ളി. അപ്പം എനിക്കതുകൊണ്ട് വലിയ ഒരു പുതുമ തോന്നിയില്ല. ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇദ്ദേഹം ഇതാണെന്ന്. കാര്യം നമുക്കൊക്കെ അറിയാവുന്ന ജെനുവിൻ സോഴ്സിൽ നിന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, വിശാഖ് ഉൾപ്പെടെ പുള്ളിയെ വർഷം ചെറുപ്പം തൊട്ട് അറിയാവുന്നത്. സോ അതുകൊണ്ട് രസകരമായൊരു ഹ്യൂമൻ ബീയിങ്, വളരെ പോസിറ്റീവ് കാഴ്ചപ്പാടുകളുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി. വിനീതിന്റെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഗുരുതുല്യനായി കാണുമ്പോൾ അനുജനുമായിട്ടാണ് അല്ലേ? അതെ. അപ്പോൾ ആ സൗഹൃദമാണോ? എനിക്കില്ലെങ്കിൽ അങ്ങനെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം കളരികളെല്ലാം പഠിച്ചത് ചേട്ടനിൽ നിന്നാണ്, ആ കളരിയിൽ നിന്നാണ് എല്ലാം പഠിച്ചത്. പക്ഷേ സ്വന്തമായിട്ടൊരു സിനിമ നിർമ്മിക്കണമെന്നൊരു ആഗ്രഹം വന്ന സമയത്ത് അനുജനെയാണ് തേടിപ്പോയത്. എന്തുകൊണ്ടാണത്? അല്ലല്ല, അത് ചേട്ടൻ സത്യസന്ധമായ ജോലിയിൽ വിശ്വസിക്കുന്ന ആളാണ്. അനിയനും ഞാനും ഒക്കെ ജോലി നടന്നാൽ മതി, നമ്മളെടുക്കണം എന്നില്ല, പേര് നമുക്ക് കിട്ടിയാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണ്. ജോലി നടന്നാൽ മതി. മറ്റേതല്ല, ആത്മാർത്ഥമായി നമ്മൾ തന്നെ പണിയെടുത്ത് രണ്ട് വിശ്വാസങ്ങളാണ്. ഞാൻ രണ്ടാമത്തെ വിശ്വസിക്കുന്ന ആളാണ്. ജോലി നടക്കണം, പണി ആരും എടുത്തോട്ടെ, ആർക്കും എടുക്കാം. സ്വാഭാവികമായിട്ടൊരു ചെറിയ അലസത ഉണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും അലസത എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതിപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും. ഈ അടുത്തിപ്പം ഈ ഒളിമ്പിക്സ് നടന്നപ്പം മൈക്കിൾ ഫെൽപ്സ് ഏറ്റവും കൂടുതൽ മെഡൽസ് വാങ്ങിയ വ്യക്തി പറയുന്നുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂവിൽ, ചില ദിവസങ്ങൾ എനിക്ക് കട്ടിലേന്ന് വല്ല ഇറങ്ങാൻ തോന്നാറില്ല എനിക്ക്. ഞാൻ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? നമ്മുടെ വിചാരം അവരൊക്കെ മനുഷ്യന് അലസമായിരിക്കുക എന്നുള്ളത് അവരുടെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതലായിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ അതൊരു നല്ല ക്വാളിറ്റി അല്ല. അത് ഞാൻ ഒരിക്കലും വൈകി വേളയിൽ തിരിച്ചറിയുന്നു. എൻ്റെ ജോലി അത് കാരണം തടസ്സപ്പെട്ടിട്ടില്ല ഇന്നേ വരെ. അതുകൊണ്ട് എനിക്ക് സിനിമകളിൽ ഞാനത് വരുത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ സിനിമ ഇല്ലാത്തൊരു ദിവസം അത് ചിലപ്പോൾ ചിലർ ജിമ്മിൽ പോവും, നടക്കാൻ പോവും, ഒരു സിനിമ 2 സിനിമകൾ വിദേശ സിനിമയോ അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കും, എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കും, ബുക്ക് വായിക്കും. ഇങ്ങനെയൊക്കെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ ചിലപ്പോൾ കിടന്നുറങ്ങും, കുറേ കഴിക്കും. എനിക്കങ്ങനെ ട്രാവലും എൻജോയ് ചെയ്യുന്ന ആളല്ല. അപ്പം അതെല്ലാം നല്ലതല്ല എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. കുറച്ചും കൂടി ആക്റ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും എല്ലാ കാര്യത്തിലും ഇരിക്കുന്നതാണ് നല്ലത്. ധ്യാനിൻ്റെ അഭിമുഖങ്ങളൊക്കെ ഭയങ്കര രസമാണ്, നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷേ പലപ്പോഴും ഈ ചില തുറന്നു പറച്ചിലുകൾ ഡിസ്റ്റർബ് ആവാറുണ്ട്. ചിലപ്പം അച്ഛനെയും അമ്മയൊക്കെ വെച്ചിട്ട് അദ്ദേഹം ലേഖൊക്കെ പോയി അറ്റാക്ക് ചെയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി അറിയാമല്ലോ. ഒരു അഭിമുഖത്തിൽ ധ്യാൻ പറഞ്ഞത് എന്നെക്കാട്ടി അലമ്പനും കള്ളുകൂടിയനുമാണ് അജു എന്നാണ്. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അത് പലയിടത്തും പലത് പറഞ്ഞിട്ടുണ്ടോ, അപ്പോൾ അത് ഏതാണ് ചേട്ടൻ റെഫർ ചെയ്യുന്നതെന്ന് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ എപ്പോഴെങ്കിലും ഒരു സുഹൃത്താണെങ്കിലും ഒന്നും അലോസരപ്പെടുത്തിയിട്ടില്ല. പരസ്പരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഫ്രീഡം ഉണ്ടെന്ന് പുള്ളിയും വിശ്വസിക്കുന്നുണ്ട്, ഞാനും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ അതൊരു ടോപ്പിക്കായിട്ട് പോലും വരാറില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളെ കളിയാക്കുന്ന ഒരു കാര്യം ഒരുമിച്ചിരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്നത്. കളിയാക്കുക എന്നുള്ളതിനെ പേഴ്സണലായിട്ട് എടുക്കാതെ അതിനെ എൻജോയ് ചെയ്യാം. ഇപ്പം നടന്നിട്ടുള്ള കാര്യമാണല്ലോ. ഞാൻ നന്നായി മദ്യപിച്ച് കുറേ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്.
കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്തോട്ടല്ല, ആ ഗ്രൂപ്പിനകത്ത് കുഴപ്പങ്ങൾ ഇൻ ദ സെൻസ് തമാശകളാണ്. ബട്ട് അത് എന്താണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്ക് ആ സമയങ്ങളിൽ പലതിനും ഭാഗമായിട്ടുള്ളതും ഞാൻ കാരണം കുഴപ്പം അനുഭവിച്ചിട്ടുള്ള ആളുമാണ്. പുള്ളിക്കത് പറയാം. അപ്പൊ അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല. എൻ്റെ കോളേജിൽ പഠിച്ച സുഹൃത്തുക്കൾക്കാണേലും ഞാൻ അങ്ങനെ ശീലിച്ചേക്കുന്നത്. അവർക്ക് എന്നോടും എനിക്ക് അവരോടും അതേ സ്പേസും ഫ്രീഡവും ഉണ്ട്. മദ്യം കഴിക്കുക അതിൻ്റെ കുറച്ച് പിന്നെ സൗഹൃദങ്ങൾക്കിടയിൽ അതിൻ്റെ ഒരു ആരവങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമാണ്. എല്ലാവരും അതിൻ്റെ അത് പറഞ്ഞു, അതും ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഘട്ടം, ആ ഘട്ടത്തെക്കുറിച്ചൊന്നും, അതായത് നമ്മൾ പിന്നെ ഈ കള്ളു കുടിച്ചിട്ടും കള്ളു കുടിക്കാതിരിക്കുന്ന ഒരു സമയമുണ്ട്, അത് രണ്ടും ഒരു എഫക്റ്റീവായി നമ്മുടെ ജോലി ബാധിക്കില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തും. എൻ്റെ എന്ത് എൻ്റർടൈൻമെൻറ്റ്സും വിനീതം എനിക്ക് തന്ന ഓപ്പർച്യൂണിറ്റി, ഞാൻ ആത്തിരുന്ന ഓപ്പർച്യൂണിറ്റി, അഭിനയമല്ലെങ്കിൽ സിനിമ, അതിന് ഇന്ന് വരെ ഞാൻ നമ്മൾ പണയം വെച്ചിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള ഈ നമ്മളില്ലേ സമയം അത് ഇപ്പോൾ ഉറക്കത്തിനും ഭക്ഷണത്തിനും യൂസ് ചെയ്യുന്നത്. പണ്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മദ്യപിക്കാൻ യൂസ് ചെയ്തിരുന്നു. അത്തരം രസകരമായ സംഭവങ്ങളുണ്ടാവും. ഇപ്പം ഞാൻ പേരായിട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ നൈറ്റ് സീനുകളിൽ ചെയ്തിട്ടുള്ള സീനുകളുണ്ട്. അതിപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പക്ഷെ പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു സത്യൻ സാറിൻ്റെ അടുത്ത് ഒരിക്കൽ സംസാരിച്ചതിന് ശേഷം, പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ഐ റിയലൈസ്ഡ് അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കോൺഷ്യസ്ലി ഒരു ക്യാരക്ടർ ഫീൽ ചെയ്യാനല്ല ചെയ്യുന്നതും, എന്തെങ്കിലും രീതിയിൽ നമ്മൾ മദ്യപിച്ചിട്ടൊക്കെ ചെയ്താലും അത് അത്ര നല്ലതല്ല. ചിലപ്പോൾ ഔട്ട്പുട്ടിന് അത് ഡിബേറ്റബിൾ ആണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ചെയ്യുന്ന സമയത്ത് ഇൻഹിബിഷൻ പൂർണ്ണമായിട്ടും മാറാം. പക്ഷെ ഔട്ട് ഞാൻ അദ്ദേഹത്തെ പോലെ ഒരാൾ പറഞ്ഞു വിശ്വസിക്കുന്നു. പുള്ളിക്കാരണം ഈ ജോലി എനിക്ക് നന്നായിട്ട് അറിയാം, അദ്ദേഹത്തിന് ആ ജോലി നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ അതുകൊണ്ട് പിന്നെ ഞാൻ വെള്ളം എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അപ്പം അതിലെ ഒരു അവസ്ഥയൊക്കെ വളരെ നമ്മളെ പേടിപ്പിക്കുന്നതായിരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതം മദ്യപാനം കാരണം സംഭവിക്കുന്നത് ചിലർക്ക് വളരെ കൺട്രോൾ ചെയ്യാനൊക്കെ അറിയാം. അപ്പം അതില്ലാത്തവർ സ്റ്റോപ്പ്, സേഫ്. ആ തിരിച്ചറിവ് എവിടെയോ എനിക്ക് കോവിഡ് വന്നപ്പോൾ നമുക്കൊക്കെ ഒന്ന് വെറുതെ ഇരിക്കാനും കാശൊക്കെ നന്നായി തീർന്നു പോയല്ലോ. അപ്പം നമ്മൾ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. അപ്പം അവിടെ വന്നൊരു തീരുമാനം വേണ്ട എന്നുള്ളത്. പിന്നെ 2-3 പ്രാവശ്യം പാളി പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും 2 വർഷത്തിൽ പറയത്തക്കതായിട്ടുള്ള പാളി ഇൻ ദ സെൻസ് ഞാൻ മദ്യപിച്ചു, പക്ഷെ അതേ ഉണ്ടാവുള്ളൂ. പറയുന്നില്ല ഒരു സോഷ്യൽ ഡ്രിങ്ക്സിന്റെ ഭാഗമായിട്ട് പലരും ഇല്ല, അത് എന്നെ പോലെ ചീത്തയാണ്. എനിക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യം അത് ചെയ്യാൻ പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ അത് നിർത്തണം. നിവിൻ പോളി അല്ലേ? എനിക്കൊന്ന് നിവിൻ പോളി എപ്പോഴും ഒരു ബർത്ത്ഡേക്ക് ഒരു ഫോട്ടോ ഇട്ടിരുന്നു, ഉറങ്ങുന്ന പടം. അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ വളരെ നിഷ്കളങ്കനായ. ഏത് സന്ദർഭത്തിൽ എടുത്തത്? അസിസ്റ്റന്റ് ഡയറക്ടർ. അന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ പണിയെടുത്ത് ക്ഷീണിച്ച് എവിടെ യാത്ര ചെയ്യുക, ഏതോ ലൊക്കേഷൻ ടു അടുത്ത ലൊക്കേഷൻ ഷിഫ്റ്റ്, ഷാർജയുടെ പരിസര പ്രദേശം. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഉറങ്ങിപ്പോയപ്പോൾ പുള്ളി എടുത്തത്. നല്ല മെനക്കെട്ട പണിയാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചില്ലേ? ആരുടെ കൂടെ? ആ ജോലിയെ വേണ്ട, അസിസ്റ്റന്റ് അല്ല, ഡയറക്ഷൻ. അതിന് മുന്നേക്ക് എനിക്ക് ഡയറക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കിട്ടും അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് ആ വെയിലത്ത് നിന്ന്. എനിക്ക് ഞാൻ വീണ്ടും അതാണ് പെട്ടുപോകാൻ കാര്യം. അവിടുന്ന് ഇത് മനസ്സിലാക്കി 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് മനസ്സിലാക്കി എനിക്ക് വരായിരുന്നു. പിന്നെ നിങ്ങളോട് കാര്യം പറഞ്ഞാൽ മതി. കാര്യം പുള്ളി എന്നോട് പറഞ്ഞാൽ വരല്ലേ, നിനക്ക് ഇഷ്ടപ്പെടില്ല, നീ ഇപ്പോൾ സിനിമാ നടൻ്റെ പ്രിവിലേജും ആ സുഖങ്ങളിലും ഡെഫിനറ്റ്ലി ഇവരുടെ കഷ്ടപ്പാടുകളൊന്നും ഒരു നടനില്ല. അതിൽ നിനക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇല്ല, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പോയതാ. പക്ഷെ അതും എനിക്ക് പറയായിരുന്നു. പക്ഷെ ഞാനിവിടെ ഇന്റർവ്യൂ കൊടുത്തിട്ട് പോയി 1-2 മാധ്യമങ്ങളിൽ. അന്ന് പ്രിന്റ് ആണല്ലോ കൂടുതലും, സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ഇന്റർവ്യൂസ് അല്ലല്ലോ. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഇതും പറഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നാൽ നടക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ സഹിച്ച് പിടിച്ച് നിന്നു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് അത് വളരെ ബുദ്ധിമുട്ടും. ഞാൻ സന്തോഷിക്കാൻ മനസ്സുകൊണ്ട് ചെറിഷ് ചെയ്യുന്നൊന്നുമില്ല. ഇന്ന് ഓർക്കുമ്പം എത്ര അതല്ല. പക്ഷെ ആ സംഭവം കൊണ്ട് എനിക്ക് ഗുണങ്ങളുണ്ട്. ആ പടത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഒരു ഇന്റിമസി വളരെ ശക്തമായിട്ട് അറിയാവുന്നൊരു സംഭവമാണ്. എന്തും പറയാവുന്നൊരു ഫ്രീഡം ഉണ്ട്. വിനീത് കഴിഞ്ഞാൽ വിനീത് കോളേജ് മേറ്റ്സ് ആയിരുന്നു, കുറച്ചുകൂടെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഒരുമിച്ചാണ് നിങ്ങളുടെ കരിയർ ആരംഭിക്കുന്നത്.
ഒരുപക്ഷെ മറ്റൊരു താരത്തിനെ അത്ഭുതപ്പെടുത്തുന്നില്ലായിരുന്നു വളർച്ചയും നിവിൻ്റെ. സ്റ്റാർട്ടത്തിലേക്കൊക്കെ വളരെ പെട്ടെന്ന് തോന്നുന്ന ഒരാളാണ്. പക്ഷേ ചില സിനിമകളുടെയൊക്കെ തുടർച്ചയായ പരാജയങ്ങളൊക്കെ ഒന്ന് ഡൗൺ ആക്കി അദ്ദേഹത്തിനെ. ഡൗൺ ആക്കി ഒരുപാട് ആക്രമണങ്ങൾ, സോഷ്യൽ മീഡിയ നടക്കമുള്ള ആക്രമണങ്ങൾ നേരിട്ട ഒരാളാണ് ഏറ്റവും കൂടുതൽ. ഇങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ, നിവിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു വലിയ നിർണായക ഘട്ടത്തിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ, ഒരു സഹപ്രവർത്തനം എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യണം, എന്താണ് അദ്ദേഹത്തിന് വേണമെന്നുള്ളൊരു ഡിസ്കഷനൊക്കെ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്? ഞാൻ കുറച്ച് ബ്രൂട്ടൽ സപ്പോർട്ടിൻ്റെ ആളായിരുന്നു. ഞാൻ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, തിരുത്തലുകൾ എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരാൾക്ക് ഒരാളുടെ ഡിസിഷനിൽ എപ്പോൾ മാറ്റം വേണമെന്ന് തീരുമാനിക്കാൻ അയാൾ തന്നെ വിചാരിക്കണം. ഇപ്പം അതെത്ര ആര് പറഞ്ഞാലും സ്വയം തോന്നാതെ മാറില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം അദ്ദേഹം മാറ്റം വരുത്തി തുടങ്ങി. ഞാൻ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പുള്ളിയോടും ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് പേർ പുള്ളിയുടെ റോളുകൾ ഇഷ്ടമുള്ള നമുക്കൊക്കെ ഇപ്പം സന്തോഷമുണ്ട്. അദ്ദേഹം മൊത്തത്തിൽ വരുന്നൊരു ആക്ഷൻ ഹീറോ ബിജുവിന് ഒരുപാട് എഫേർട്ട് എടുക്കുന്നു എന്ന് കേട്ടു. ഇത് മുന്നേ എടുത്തു, പക്ഷേ എഗെയിൻ സിനിമകൾ നമുക്ക് നമ്മുടെ കയ്യിലല്ല. പക്ഷെ അതൊന്നും ഞാൻ ബാധിക്കുന്നില്ല. കാര്യം പുള്ളി ഇവിടെ ഒരു ഫൗണ്ടേഷൻ ബേസ് ഭയങ്കര സ്ട്രോങ്ങാണ്, വളരെ സ്ട്രോങ്ങാണ്. അത് എല്ലാം ന്യൂ ഏജ് സിനിമകളുമാണ്. ഇനിയുള്ള കാലഘട്ടത്തിലോട്ട് അപ്പീൽ ചെയ്യുന്ന സിനിമകളിലാണ് പുള്ളി ഭൂരിപക്ഷം ഭാഗമായേക്കുന്നത്. ഈ ജനപ്രീതി നേടിയ സിനിമകളുമാണ്. ഈ കോമ്പിനേഷൻ ഡെഡ്ലിയാണ്. ഇതെല്ലാം നല്ല OTT പ്ലാറ്റ്ഫോംസിലും നല്ല ചാനൽ പാർട്ട്നേഴ്സിലുമാണ്. സോ ബേസ് സ്ട്രോങ്. എന്ന് വേണേലും നിവിൻ പോളി വിനീത് പറഞ്ഞ പോലെ നിവിനല്ലേ അതെ പറഞ്ഞ നിർദ്ദേശങ്ങൾ അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് ഭയങ്കര വെൽക്കമിങ് ആണ്. പക്ഷെ പറ്റാറില്ല. പറയുമ്പോൾ നമ്മൾ പറയും, മോട്ടിവേറ്റഡ് ആവും. പിന്നെന്താ ചെയ്തിരിക്കുന്നവരുടെ പിന്നെ എവിടെയാണ് ശരിക്കും നിവിന് തെറ്റിയെന്നൊരു ബേസിക്സ് എന്തായിരുന്നു? പുള്ളിക്ക് ഭക്ഷണം ഇഷ്ടമാണ്. നാച്ചുറലി ഭക്ഷണം ഇഷ്ടമാകുമ്പം നല്ല ഭക്ഷണം കിട്ടുമ്പോൾ കഴിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമൊക്കെ വന്നപ്പോൾ എല്ലാവരും ഡിസോറിയൻറ്റഡ് ആവും. എന്ത് ചെയ്യും അല്ലേ? അത് ആ സമയത്ത് ചിലർക്ക്, ഞാനൊക്കെ ഭക്ഷണം കുറേ കഴിച്ചു, അല്ലെങ്കിൽ ചിലർ നന്നായി വർക്കൗട്ട് ചെയ്തു. അത് ഓരോരുത്തരുടെ ഇഷ്ടവും ചോയ്സാണ്. ഏത് ശരി തെറ്റുന്നൊന്നുമില്ലോ. ഓരോരുത്തർ അവരുടെ ഇപ്പം എനിക്കത് മാറ്റണം തോന്നി ഞാൻ മാറ്റുന്നു, പുള്ളിക്ക് അത് മാറ്റണം തോന്നി പുള്ളി മാറ്റുന്നു. എന്നും ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഇപ്പം ഞാൻ കുറേ നാൾ ഈ പെപ്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിരുന്നു. ഇൻഫാക്ട് മദ്യത്തെക്കാളും എൻ്റെ അഡിക്ഷൻ അതായിരുന്നു കൂടുതലും. പക്ഷെ നമുക്കറിയാം വളരെ നല്ല കുറേ മനുഷ്യർ നമ്മളെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട് ഇത് കാരണം, ഇങ്ങനത്തെ ജങ്ക് ഫുഡ്സ് ഒക്കെ കാരണം. അപ്പം അതാണ് എനിക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യം, ഈ സ്പോയിൽ ജങ്ക് ഫുഡ്സ് ഒക്കെ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട്. എനിക്ക് മദ്യത്തിന് പ്രശ്നം വരില്ല, വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, കഴിഞ്ഞു. ഇതൊക്കെയാണ് എനിക്ക് വെയിലത്ത് ഇപ്പം തന്നെ നമ്മുടെ ബേക്കറിയിലൊക്കെ ഇതിരിക്കും. അത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് ഉള്ളിൽ നിന്ന് തോന്നാതെ എനിക്ക് അങ്ങനത്തെ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഞാൻ ഇങ്ങനത്തേതൊക്കെ ഒഴിഞ്ഞു പോവും, മാറിപ്പോ സാത്താനെ. പണ്ടൊക്കെ ചേട്ടാ ഒരു ദിവസം 2 ഉം 3 ഒക്കെ ഈ പെറ്റ് ബോട്ടിൽസ് ഒക്കെ കഴിച്ചാ എന്നും മരിച്ചു പോന്ന് ചോദിച്ചപ്പോ നല്ല സാധനമല്ല ഇപ്പോഴത്തെ. അതിനോ അത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ വരുന്നത് കൊണ്ടല്ലേ നമ്മൾ കഴിക്കണേ. നമ്മളുടെ നാട്ടിലോട്ട് ഇതിനൊക്കെ പറ്റി എന്തിനാ കൊണ്ടിരുന്നേ? ഷൈൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച പോലെ അല്ലേ ഈ അടുത്ത് സിഗരറ്റ് വിൽക്കുന്നുണ്ട്.